നിശാന്ത് സർ, ഇപ്പോൾ ഇതാ കെ മുരളീധരൻ പറയുന്നത് പ്രതിപക്ഷ നേതാവായി റെഡിയായിട്ടിരിക്കുന്ന വി.ഡി. സതീശനെതിരെയുള്ള ഒരു കുത്തൽ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആള് തന്നെ മുഖ്യമന്ത്രിയാകണം എന്നൊന്നും നിർബന്ധമില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം കോൺഗ്രസ് അടുത്ത മുഖ്യമന്ത്രി കസേര പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിനേക്കാൾ ഉപരി കോൺഗ്രസിന്റെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെയുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അതും പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു 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 ചലനം എന്ന് വേണമെങ്കിൽ ഈ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നടപടികളിലേക്ക് കോൺഗ്രസ് കടന്നു കഴിഞ്ഞു. അതൊക്കെ വരാനിരിക്കുന്ന ഇലക്ഷന് മുന്നോടിയാണ്. ഇതിനൊപ്പം ഇതാ കെ മുരളീധരന്റെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് കൂടി വരികയാണ്. അപ്പോൾ മുഖ്യമന്ത്രി കസേര പ്രതീക്ഷിച്ചിരിക്കുന്ന വി.ഡി. സതീശന് ഒരു തിരിച്ചടി ആവുകയല്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകണമെന്നില്ല എന്നുള്ള ഒരു വസ്തുതയെ നമുക്ക് എങ്ങനെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാൻ സാധിക്കും? ചരിത്രമൊന്നും കോൺഗ്രസിന് പ്രശ്നമല്ല. പുള്ളിയൊക്കെയുടെ മുമ്പിൽ മൈക്ക് വരുമ്പോൾ പുള്ളിയെ ഒക്കുന്ന രീതിയിലുള്ള ഒരു പണി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഫ്രസ്ട്രേഷൻ അത് വെളിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളത്. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആമയെ ചുടുവാങ്കിൽ മലത്തിയിട്ട് ചുടണേ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാര്യം ഇങ്ങനെ ചെയ്താൽ റെഡിയാവും, പക്ഷെ ഞാൻ ഒന്നും അറിഞ്ഞില്ലേ ഭഗവാൻ എന്നുള്ള രീതിയിലുള്ള സംസാരമുള്ള ആൾക്കാരുണ്ടല്ലോ. അതാണ് ഈ പറയുന്ന പോലെ കെ മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്തു നിന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പദവികൾ ഒരു പക്ഷേ കിട്ടാതിരിക്കുകയും ആ പദവികൾക്കൊന്നും നാളെ അദ്ദേഹത്തെ കൃത്യമായിട്ട് പരിഗണിക്കാൻ സാധ്യതയില്ലാതിരിക്കുകയും അതിനുവേണ്ടി ആരും അദ്ദേഹത്തിന്റെ കൂടെ, അതായത് ആ പദവികൾ കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് പറയുന്ന കേൾക്കാൻ പറ്റുന്ന നേതാക്കന്മാർ ഇല്ലാത്ത ഒരു അവസ്ഥയിലുമുള്ള ഒരാൾ തന്നെയാണ് ഈ കെ മുരളീധരൻ. അദ്ദേഹം കെ.പി.സി.സി പ്രസിഡന്റ് ആയിട്ട് ഇരുന്നപ്പോഴും കെ കരുണാകരന്റെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു MP MLA അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പൊസിഷൻ അപ്പുറം ഒരു പോസ്റ്റുകളിലേക്ക് പരിഗണിക്കാത്ത ഒരു നേതാവ്, അതിനകത്ത് വലിയ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു നേതാവ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം അദ്ദേഹം നിന്നത് ആരുടെ കൂടെ? സുധാകരന്റെ കൂടെ. സുധാകരൻ എന്ത് സംഭവിച്ചു? അദ്ദേഹം എത്ര അഭിപ്രായം പറഞ്ഞതൊക്കെ ആ അഭിപ്രായത്തിനൊന്നും വില കൊടുക്കാതെ സുധാകരനെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി. ആര് മാറ്റി എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. പരിശോധിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായിരുന്നു. എന്തായാലും സുധാകരൻ മാറി. അപ്പൊ സുധാകരൻ അതൃപ്തിയുണ്ട്. അതിന് ശേഷം വരുന്ന ടോക്കാണ്. അപ്പം സുധാകരനെ മാറ്റുന്നതിന് ഏറ്റവും മുമ്പിൽ നിന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് സതീശൻ. മാത്രവുമല്ല സതീശനും കൂടി മാറണം, പ്രതിപക്ഷ നേതാവും കൂടി മാറണം എന്നുള്ള ഒരു ടോക്ക് അന്തരീക്ഷത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നേതാക്കന്മാരിൽ വരുന്ന ആളാണ് കെ മുരളീധരൻ. പക്ഷെ അത് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ഈ പ്രതീക്ഷ, നാളെ കാലത്തെ മുഖ്യമന്ത്രി ആകണം എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ആളാണ് വി.ഡി. സതീശൻ എന്ന് വളരെ കൃത്യമായിട്ട് അറിയുകയും അതിന് ഒരു തടസ്സം എന്നോണം പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നാളെ മുഖ്യമന്ത്രി ആകണമെന്നില്ല. വി.ഡി. സതീശൻ ഈ പറയുന്നത് പോലെ എണ്ണംപ്പെട്ട നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉള്ള ആളല്ലെന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഉദാഹരണം പറയുന്നത്, ഇപ്പൊ കരുണാകരൻ പ്രതിപക്ഷ നേതാവായിട്ട് നിന്നിട്ടുണ്ട്. ആർക്കും തർക്കമൊന്നുമില്ല, ഭരണം കിട്ടിയാൽ കരുണാകരൻ മുഖ്യമന്ത്രിയാവും. അതിനകത്ത് വേറൊരു പേരും കൊണ്ടാരും വരാനില്ല. A.K. ആന്റണി പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടുണ്ട്. അദ്ദേഹവും ഇതുപോലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനപ്പുറം ഒരു പേര് കോൺഗ്രസിലില്ല. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും അങ്ങനെയല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതിന്റെ പുറകിൽ രമേശ് ചെന്നിത്തലയുണ്ട്, അതിന്റെ പുറകിൽ KC വേണുഗോപാലുണ്ട്, അതിന്റെ പുറകിൽ ഞാനുണ്ട് എന്ന് പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ അദ്ദേഹം നേരത്തെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പേരുകൾ വന്നു. ഒന്ന് ആന്റണിയുടെ പേര് വന്നു, ഈ പറയുന്ന ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിന്റെ പേര് വന്നു. രണ്ടുപേരുടെയും പേര് വന്ന പുള്ളി പറഞ്ഞ എന്താണ്? KPCC പ്രസിഡന്റുമാരുടെ പേര് അതൊക്കെ കൊള്ളാം, KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിനകത്ത് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഞാൻ അംഗീകരിക്കും. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് എങ്കിലും അത്യാവശ്യം ബൂത്ത് പ്രസിഡന്റുമാർക്കെങ്കിലും താഴെ തട്ട് വരെ അറിയാൻ പറ്റുന്ന ആൾക്കാരെ KPCC പ്രസിഡന്റായിട്ട് ആക്കുന്നതിന് വേണ്ടി പാർട്ടി തീരുമാനമെടുത്തില്ലെങ്കിൽ ഗസറ്റിൽ പരസ്യം ചെയ്യേണ്ടി വരും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞ രണ്ടുപേരുടെയും പേര് വന്നപ്പോഴാണോ പുള്ളി ഇത് പറഞ്ഞത്? ഇപ്പൊ ആരാ KPCC പ്രസിഡന്റായിട്ട്? ഈ രണ്ടുപേരിൽ ഒരാളാണോ ആന്റണിക്ക് അല്ല മറ്റേ ആൾ വന്നത് KPCC പ്രസിഡന്റായിട്ട് വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് വെച്ചിട്ടുള്ള അർത്ഥം നോക്കുമ്പോൾ എന്താണ്? KPCC പ്രസിഡന്റ് ആവാൻ പ്രാപ്തനല്ലാത്ത ഒരാളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ചോദിച്ചാൽ അദ്ദേഹം എന്താ പറയും? നല്ല മനുഷ്യനാ, കണ്ണൂരിൽ നിന്നുള്ള ആളാ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് കണ്ണൂരിൽ നിന്നുള്ള ആളാ. കണ്ണൂരില് ഞാൻ KPCC പ്രസിഡന്റ് ആയിട്ട് ഇരുന്നപ്പോ DCC പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാ. കണ്ണൂർ രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്ന ആളൊക്കെ വലിയ കൊമ്പനാനുകളാ. എന്നാൽ കണ്ണൂർ രാഷ്ട്രീയത്തിനകത്ത് നിന്ന ആളും കണ്ണൂർ കോൺഗ്രസിന് ഒരു പേരുണ്ടാക്കി കൊടുത്ത ആള് വന്നല്ലോ സുധാകരൻ. അപ്പൊ അയാളെ കൊമ്പും തുമ്പിക്കൈയൊക്കെ ഒടിഞ്ഞോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കണ്ണൂരിൽ നിന്നൊരാള് KPCC പ്രസിഡന്റായിട്ട് ഇരിക്കുന്നതാണ് പാർട്ടിക്ക് ഉത്തമം. അപ്പം ഇയാളെ അല്ല ഉദ്ദേശിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ആറ് പ്രഗത്ഭന്മാരാണ് അവിടെ പാർട്ടിയെ ഫൈറ്റ് ചെയ്തേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത്തരത്തിലുള്ള ഒരു KPCC പ്രസിഡന്റ് ആയിട്ടുള്ള ആളും
അതിൽ ഏറ്റവും ആ കരുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കരുത്തിനായിട്ടുള്ള ആളും സുധാകരനാണ്, അതിനപ്പുറം ഒരാളില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ആ രീതിയിലേക്ക് അപ്പം ഈ പാർട്ടിയെ ഇൻഡയറക്റ്റ് ആയിട്ട് പാർട്ടിയുടെ ഭാഗമാണ്, ഹൈക്കമാൻഡ് പറയുന്നതാണ് എല്ലാം ശരി, ഞാൻ അംഗീകാരമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അതൃപ്തിയും പാർട്ടിക്കകത്തെ, കോൺഗ്രസിനകത്തെ, കേരളത്തിനകത്ത് ഇപ്പം വരുന്ന നേതൃത്വത്തിനെതിരെ വളരെ കൃത്യമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വർത്തമാനം പറയുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് പുള്ളി. അപ്പം ഇതിന്റെ അർത്ഥം ഈ പറയുന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആൾ വളരെ പരിശോധിക്കുമ്പോൾ വി.ഡി. സതീശൻ കെ മുരളീധരൻ തമ്മിൽ മാനസികമായിട്ട് അടുപ്പമുള്ള ആളല്ല. വി.ഡി. സതീശനെ നേതൃത്വത്തിൽ വന്നതിനകത്ത്, കാരണം പുള്ളിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു വന്ന പാരമ്പര്യമൊക്കെ നോക്കുമ്പോൾ വി.ഡി. സതീശൻ ഒരു പക്ഷേ മുരളീധരനെക്കാട്ടി കൂടുതൽ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് മറ്റു കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ KPCC പ്രസിഡന്റ് ആയിട്ടും പരിഗണന കിട്ടി പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ വന്നതിനകത്ത് വി.ഡി. സതീശനെക്കാട്ടിൽ വളരെ മുൻപേ തന്നെ KPCC പ്രസിഡന്റ് ആയിട്ടും കരുണാകരന്റെ മകനുമായിട്ടുള്ള കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആളാണ്. ആ രീതിയിൽ തന്നെ ഒരുപക്ഷെ മുരളീധരൻ വിചാരിക്കുന്നുണ്ടാവും, ഞാനാണ് ഈ പറയുന്നത് പോലെ സീനിയോറിറ്റി ഉള്ള ആൾ, എനിക്കാണ് കൂടുതൽ പരിഗണന കിട്ടുന്നത്. ആ പരിഗണനയൊന്നും കിട്ടുന്നില്ല. ആ കാരണം കൊണ്ട് തന്നെ വി.ഡി. സതീശനെ അംഗീകരിക്കുന്നതിന് പുള്ളി തയ്യാറാവുന്നില്ല. അപ്പൊ അംഗീകരിക്കാത്ത കാര്യം പാർട്ടിക്കകത്ത് നേരത്തെ പരസ്യ പ്രസ്താവനകൾ പലതും നടത്താൻ പറ്റുമായിരുന്നില്ല. അതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ടും പരസ്യ പ്രസ്താവനകൾ നടത്താൻ പാടില്ല എന്നുള്ള ഒരു രീതി വന്നപ്പോൾ പരസ്യ പ്രസ്താവന പുള്ളി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യം ഈ പറഞ്ഞതുപോലെ മലം പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ പുള്ളി അത് വളരെ കൃത്യമായിട്ട് പൊതിഞ്ഞ് സംസാരിക്കുന്നു. ഇപ്പോഴത്തെ ഈ സംസാരവും അതിനു തുല്യമാണ്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആകണം എന്നില്ല. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാക്കന്മാർ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ മറ്റൊരു പേര് വരാത്ത അപ്രസക്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇതുപോലെ അപ്രസക്തരായിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. അതുപോലെ തന്നെ പുള്ളി ഒരു ഉദാഹരണം കൂടി പറയുന്നു. ശങ്കർ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി ആളായതാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് ഒരു PT ചാക്കോ, അതാണ് എനിക്ക് കറക്റ്റ് പ്രതിപക്ഷ നേതാവ് ആയിട്ടില്ല. അതിന്റെ അർത്ഥം കേരളത്തിൽ നാളെ കാലത്തെ അധികാരത്തിൽ കോൺഗ്രസ് വരികയാണെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെക്കാട്ടിൽ പ്രാപ്തരായിട്ടുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. പണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കപ്പുറം നേതാക്കന്മാർ അന്ന് കോൺഗ്രസിൽ പരിഗണിക്കാൻ പറ്റുന്നത് ആൾക്കാരില്ലായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെയാണ്. ഇത് ശരിക്കും വി.ഡി. സതീശൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ പ്രതിപക്ഷ നേതാവിന് നാളെ കാലത്തെ മുഖ്യമന്ത്രി ആകണം എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഇട്ടൊരു കൊട്ടും. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആൾ എണ്ണം പറഞ്ഞ കോൺഗ്രസ്സുകാരനല്ല, എങ്ങനെയോ ആരുടെയൊക്കെ താല്പര്യം അനുസരിച്ച് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾ ആണ് എന്നുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും. എന്തായാലും കെ മുരളീധരന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ വിമർശനത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നയാൾ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വി.ഡി. സതീശനെതിരെയുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.